ഇതുണ്ടോ ഇങ്ങോട്ട് കൂടുന്നേ? ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ കയ്യോടെ ചെത്തി കൂട്ടി വിടുമ്പോൾ സാധനങ്ങൾ അതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ ഇത് മറ്റേ ഇതാവില്ലാന്ന്. അതായത് എന്താ പറയുക, കഴുകി വിടണം. ഇവിടെ ഒരു കണ്ണ് വെപ്പിക്കാം, എന്നിട്ട് ഇവനെ നമുക്ക് ശരിയാക്കാം. ഇതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കേസാണേ. പിന്നെ ഞങ്ങളുടെ വീഡിയോസുകൾ എന്ന് പറയണത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, തള്ളി മറിക്കലല്ല. ഒരാന നമുക്ക് വന്ന് അതിൻ്റെ കാര്യങ്ങൾ നോക്കി അത് നന്നായി അതിൻ്റെ ഭംഗിയാക്കി പൂരപ്പറമ്പിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ വൈയായിക മാറ്റുക, അതിൻ്റെ കാരണങ്ങൾ അതെങ്ങനെ മാറ്റുന്നു, ഇതിങ്ങൊക്കെ എങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ലളിതമായ വീഡിയോ ആണ് എൻ്റെ. ഞാനൊരു സാധാ ഒരു ആനക്കാരനാണ്, ഞാനൊരു വ്ളോഗറല്ല. അല്ലെങ്കിൽ ഞാനിത് പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറേ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കോമാളിത്തരം കോപ്പറയത്തരം കാണിക്കാൻ വരുന്ന ഒരാളല്ല. എൻ്റേതായ കാര്യങ്ങളും എൻ്റേതായ ആ ആനയെ പരിപാലിക്കുന്ന രീതികളും ഇത് ചെത്തിക്കൂട്ടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം കൊണ്ടും ഞാൻ പേരും പ്രശസ്തിയുള്ള ഒരു ആനയുടെ പിന്നാലെ പോകുന്ന ഒരു ആനക്കാരനല്ല. ഞാൻ ആർക്കും വേണ്ടാത്ത ആനകളും വയ്യാത്ത ആനകളുമായ ആനകളെ മാത്രമാണ് ഞാൻ എടുത്ത് കൈകാര്യം ചെയ്ത് നേരെയാക്കി കൊണ്ടുവരുന്നത്. ആ ആനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അത്ര അധികം കഷ്ടപ്പെടുകയും ചെയ്യും. ആ കഷ്ടപ്പെടുമ്പോൾ ദൈവം നമുക്ക് അതിനൊരു റിസൾട്ട് തരും. അതിനാരും അസൂയപ്പെട്ടത് കാര്യമില്ല. ഇതൊന്നും വെറുതെ ഉണ്ടാവണമെന്നല്ല നമ്മൾ പണിയെടുത്തുണ്ടാക്കണതും. എനിക്കിപ്പോൾ ഇതിപ്പോൾ ചെത്തിക്കൂട്ട് ഇത് വൃത്തിയാക്കിയിരുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെ ശമ്പളം കിട്ടും. പിന്നെ എനിക്ക് മാസം എൻ്റെ അക്കൗണ്ടിൽ പൈസ കയറും. എല്ലാ പാപ്പാമാരും ചെയ്യണ പോലെ ഒഴിവുള്ള സമയത്ത് രാവിലെ വന്ന് ഡിഗ്രിക്ക് കാട്ടിയിട്ട് വീട്ടിൽ പോയി അവിടെ വീട്ടിലിരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ടല്ല. എൻ്റെ വീട് ഇവിടുന്ന് 10 കിലോമീറ്റർ അപ്പുറത്തായിട്ട് പോലും ഞാൻ വീട്ടിൽ വരെ പോകണില്ല. എന്ത് ഈ ആനയൊന്ന് നേരേക്ക് കിട്ടണതിന് വേണ്ടിയിട്ട്. അപ്പം ഞാനൊക്കെ ഈ ആനകൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഞാനും എൻ്റെ ഈ പിള്ളേരും ഞങ്ങളാണ് ആനപ്രേമികൾ. അല്ലാണ്ട് വെറുതെ വീടിൻ്റെ ഉള്ളിൽ ഫാനും കറക്കി ഇട്ടിരുന്നിട്ട് കാണാ ഗുണ വർത്താനം കമന്റ് ഇടുന്ന അവർ നമ്മളെ എന്താ പറയുക, നമ്മളങ്ങോട്ട് നമുക്കൊന്നും അറിയാത്ത പോലത്തെ എന്നാ പറയാനുണ്ട് പറയണം. നിനക്ക് പറയാനുള്ളത് നീ പറയണം. അപ്പൊ കുറെ ആയില്ല ഈ ആവശ്യമില്ലാത്ത ആൾക്കാർ വന്നിട്ട് കുറെ ചേച്ചി കുറെ അമ്മച്ചിമാരെ പറയുന്നുണ്ടോ? അല്ലെ ഞാൻ എല്ലാം വായിത്തൊന്ന് വിളിച്ച് ഞാൻ പറയും. എന്ത് പറയാനാണ്, നമ്മ നമ്മുടെ പണിയെടുത്ത് കാട്ടി കൊടുക്കും. ഞാനല്ല ഞാൻ കത്തുണ്ടോന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ കഷ്ടപ്പാടാ നിങ്ങൾ ഇതിനെ. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, കുറെ ചേച്ചിമാർക്ക് കുറെ സഹതാപ സ്നേഹമൊക്കെ ചേച്ചിമാരാണ്. ബാക്കി പിന്നെ കുറച്ച് അല്ല ഈ കുറെ ചങ്ങല ടീംസ് ഉണ്ട്. എന്നാ അറിയോ, ചങ്ങലക്കിടല്ലോ, ചങ്ങല നയിച്ചു വിടും. ചങ്ങലേമേന്ന് അയച്ചു വിട്ടാലും നിവറ്റകൾക്ക് പോയി ജീവിക്കാൻ പറ്റില്ല. എൻ്റെ പൊന്നു പൊട്ടന്മാരെ, നാളെ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടയ്ക്ക് ഇടുന്ന മിണ്ടി കഴിഞ്ഞാൽ ആദ്യം പറയണ ഒരു ഡയലോഗാണ്, കൊണ്ടുവന്ന് മെരുക്കി ചേച്ചി അവിടെ കിടന്നിട്ടൊക്കെ പറയുന്നു. ക്രൂരമായി പീഡിപ്പിച്ച് ചേച്ചി അവര് ഇറങ്ങിപ്പോന്ന് വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തണം. അതെന്റെ മുതലാളി എന്തോ പൈപ്പ് മാറ്റി തരാം. അതെ ഒരു ശവനപ്പ് ഓടിച്ചിട്ട് പോരട്ടാ, ഞങ്ങൾ പണിയെടുക്കണ്ടേ. കാണിച്ച് ഇത്രയൊക്കെ ചെയ്ത് ഇതിന് തീറ്റ വെള്ളം കൊടുത്ത് ഇതിനെ നന്നാക്കി ഇതിനെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടു നടക്കുന്ന നമ്മള് ചിലപ്പോൾ തെറ്റ് കാണിച്ച 2 അടിയൊക്കെ കൊടുത്തുന്നിരിക്കും. പിന്നെ അതിന് നിങ്ങളൊക്കെ ഇത്ര വേവലാതി പെടേണ്ട ആവശ്യമില്ല. കാശ് കൊടുത്ത് മേടിച്ച മുതലാളിക്ക് ഒരു കുഴപ്പമില്ല. ഇല്ല, നിങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല. പിന്നെ മറ്റുള്ള വീഡിയോസിൻ്റെ അടിയിൽ പോയി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ട് പോകുമായിരിക്കും. അവർ റീച്ചിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്. എന്നോട് പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ അതുപോലെ തിരിച്ചു പറയും. അപ്പോൾ പിന്നെ നിങ്ങൾ അപ്പം കമൻറ്റ് ഡിലീറ്റ് ആകും. ചേട്ടാ ഒരു മുതലാളി വണ്ടിയായിട്ട് വെളി കറങ്ങാൻ പോവാ. ചേട്ടാ ദേ പോന്നു മുതലാളി എന്ന് പറഞ്ഞാൽ അതാണ് മുതലാളി. മുതലാളിയല്ല സത്യം പറഞ്ഞ കൂട്ടുകാർ കുറെ മുതലാളിമാരൊക്കെ കണ്ടുപഠിക്കുന്ന ആളാണ്. ശരിയല്ലേ? പിന്നെ ഒരു ചെലവാശി, ഒരു ആനക്കാരൻ്റെ ഒരു ചെലവാശി. രാവിലെ ചെലവ് കാശ് എന്ന് പറഞ്ഞ സാധനം ചെലവിനുള്ളതാണ്. അതായത് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാനുള്ള പൈസ അത് വൈകുന്നേരം നമ്മളെ കൊണ്ടു കൊടുക്കുക. എന്നിട്ട് ഈ ഇവറ്റകൾ കുറേ എണ്ണങ്ങൾ ഇപ്പോഴും പട്ടിണിയും ദാരിദ്ര്യമായിട്ടാണ് നടക്കണേ. പിന്നെ കുറേ പാട്ടക്കാരും അവരൊക്കെ ഉണ്ട്. ഐറ്റങ്ങൾക്ക് കറക്റ്റായിട്ട് ശമ്പളം കൊടുക്കില്ല.
ആ പണിയെടുക്കുന്ന പിള്ളേർക്ക് 10 രൂപ കൊടുക്കൂല. അവരെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരു 10 രൂപ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവനോട് പറയുന്നത് ഞാൻ എടി പൊക്കോ, ഞാൻ വേറെ ആളുണ്ട്. അവരുടെയൊക്കെ തണ്ടും അഹങ്കാരവും ഇതൊക്കെ നിർത്തേണ്ട കാലഘട്ടമായിട്ടുണ്ട്. നമ്മുടെ മുതൽ ഭംഗിയാക്കി നോക്കുന്ന ആൾക്കാരാണോ? നമ്മുടെ മുതലിന് എൻ്റെ ആനേനെ നന്നായിട്ട് നോക്കുന്ന ആളാണോ? ആ, അവനൊരു 10 രൂപ കാശ് കൂടുതൽ ചോദിച്ചു, അവൻ ചോദിച്ചു കൊടുത്തു. എന്താ കുഴപ്പം? കൊടുത്താ എന്തെങ്കിലും കുഴപ്പം വരാനുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മുടെ മുതൽ നോക്കണവർക്ക് കിട്ടാ. പൂരപ്പറമ്പിൽ അഭ്യാസം കാണിച്ച് നടക്കണവരുടെ കാര്യം ഞാൻ പറയില്ല കേട്ടോ. നമ്മുടെ മുതൽ നല്ല രീതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് ഒരു കുടുംബത്തിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ അവരൊരു 10 രൂപ കാശ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കണം. ശരിയല്ലേ? ആ, അപ്പം അവരതിൽ ഇച്ചിത്തര ലാഭം നോക്കും. നമ്മുടെ കുറെ നാളായിട്ട് എല്ലാവരും ചോദിച്ചു മാനേജർ എന്ത് ചെയ്യുന്നു? രണ്ടുകൂടെ പോട്ട് മാനേജർ വേണ്ട, ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ട് വരിക. എൻ്റെ മുതലാളി അടിപൊളിയാണ്. മുതലാളിയല്ലല്ലോ, കൂട്ടുകാരനല്ലേ. മുതലാളി അല്ല, ഒരു കൂട്ടുകാരനാണ്, സഹോദരനെ പോലെ. ഇവിടെ നമ്മുടെ ഫാമിലി, നമ്മുടെ വീടാണ്, നമ്മുടെ കൂടപ്പറപ്പുകളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് നമ്മളിവിടെ പണിയെടുക്കുന്നത്. നമ്മളൊക്കെ നിങ്ങൾ ഞങ്ങളോട് മാന്യമായിട്ട് ഇടപെട്ടു നോക്കി. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയണ പോലെ ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല. ശരിയല്ലേ? പിന്നെ ഞങ്ങളുടെ അടുത്ത് മുടയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല. അത് ആണായാലും പെണ്ണായാലും അമ്മയായാലും അപ്പനായാലും അപ്പൂപ്പനായാലും അമ്മൂമ്മയായാലും ആരായാലും വായ തോന്നിയ വർത്താനം കാണാന്നുള്ള വർത്താനം വന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കും. ഇങ്ങോട്ട് നോക്കിയേ, ആദ്യം നണ്ണന്റെ മനസ്സൊക്കെ നിഷ്കളങ്കമായ മനസ്സാ. കണ്ടില്ല? അതെ, ഇങ്ങോട്ട് നോക്കുക, ചിരിക്കുന്ന കേട്ടോ. ഞാനെന്ന് പറഞ്ഞ പിന്നെ തീരെ പാവം. നീ തോന്നേ നിനക്ക് ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. വേണ്ട, കാല് പോലെയല്ലേ ഇവിടെ ഇരുന്നേ. ഇതിപ്പോ എങ്ങനെയുണ്ട്? വൃത്തിയായില്ലേ? അതിപ്പോ അവിടെ സെറ്റായി. ഇനി ഈ സാധനം ഈ നാഗ കൂടി വെളുപ്പിച്ച് കഴിയുമ്പോൾ മോക്കണ്ടോ കേട്ടോ. അപ്പൊ നമുക്ക് അടിയിൽ നിന്ന് കുറച്ച് എടുക്കണം. ഇത് കണ്ടോ? ഇത് ഇങ്ങോട്ട് കാണിച്ചു തരാം. ഞാൻ വെറുതെ ഓരോന്ന് പറയണതല്ല. ഇത് കണ്ട ഈ ആനയ്ക്കുന്നല്ല, എല്ലാ ആനയ്ക്കും. നിങ്ങൾ ആനക്കാർ സുഹൃത്തുക്കളെ, ഈ പാതരോഗം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഞാൻ യൂട്യൂബിൽ കൂടെ ആനപ്പണി പഠിപ്പിക്കുന്നുണ്ടെന്ന് ചില ആൾക്കാർ പറഞ്ഞു നടക്കണുണ്ട്. ഞാൻ ആനപ്പണി പഠിപ്പിക്കുകയല്ല, ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. നീയൊക്കെ വായ കൊണ്ട് പറയും, ഞാൻ ഇവിടെ പ്രവർത്തിച്ച് കാണിക്കും. കാണിച്ചു തരാം. ഇതുണ്ടോ? നിങ്ങൾക്കും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് പറയണത്. എപ്പോൾ കഴിയാലും ഇതിൻ്റെ ഉള്ളിലൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വിടുക. ഇത് കണ്ടോ? ഇതിപ്പോൾ നമ്മൾ ചെത്തി ലെവലാക്കി എടുക്കും. ഇത് ലെവലാക്കി എടുക്കുമ്പോൾ ഈ സാധനം ഒന്നും വരില്ല. ഇനി തൊട്ടിട്ട് കണ്ടില്ലേ? ഇത് ലെവലായി. ഈ ആനയുടെ കാലം ഇങ്ങനെ ഇരിക്കുക. ഇച്ചിരി കല്ലുള്ളൊരു സ്ഥലമാണ് നീ ആയിരിക്കും. ആ സ്ഥലത്തേക്കടെ ഇതിനോട് വേഗം നടക്കുമെന്ന് പറഞ്ഞാൽ ഇതിന് നടക്കാൻ പറ്റുമോ? പറ്റില്ല. അതുമാതിരി തന്നെ ഈ പൂരപ്പറമ്പിൽ പോകുമ്പോൾ ഈ നടക്കണ മേളക്കാരും അതുമാതിരി തന്നെ കുത്തുമുളക്ക് കുടിക്കുന്ന ആൾക്കാരും നിങ്ങളോട് ശ്രദ്ധിക്കാണ് പറയണത്. നിങ്ങൾക്ക് 2 കാലമുള്ളൂ, ഇതിന് 4 കാലുണ്ട്. നിങ്ങൾ ഒറ്റ ഓട്ടം അങ്ങോട്ട് ഓടിപ്പോവും. നിങ്ങളുടെ സ്പീഡിലേക്ക് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വിട്ടടിച്ച് പോകും. നിങ്ങളൊപ്പം സ്പീഡിൽ ഈ ആന എത്തില്ല. അപ്പം തന്നെ വിളിച്ചിട്ട് ആൾക്കാർ ആന നടക്കണില്ല കേട്ടോ. ഏത് ഇവന്മാർ 100 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഒപ്പം ഓടിയെത്തുമോ? അപ്പം ഇതൊരു ആനയാണെന്നും ഇതിന് നടന്നെത്താനാണ് അതിൻ്റെതായ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഇഡലി നോക്കി പോവാ, അല്ലാതെ ഇഡലി സാമ്പാറും നോക്കിയൊന്നും പോകരുത്. ഒരു മയത്തിലൊക്കെ നടന്നോളൂ കേട്ടോ. അപ്പോൾ പറയാണ് പൂരപ്പറമ്പ് കാണുമ്പോൾ പിന്നെ അല്ല, എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയണേന്ന്. ഇപ്പം നമ്മൾ ഹൈഡ്രജൻ മറ്റേ ബെറ്റാഡിൻ്റെ ലോഷനാട്ടോ ഇത്. അതിനകത്ത് വല്ല അഴുക്കോ കാര്യങ്ങളോ മുറിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് വേറൊന്നുമല്ല. നമ്മൾ ഈ ചെത്തിയ കൂട്ടിയ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ കത്തി കൊള്ളുകയോ അവിടെ ഇത്രയും ഭാഗം വൃത്തിയായില്ലേ? എന്താ എന്ന് കണ്ടിരുന്നത്. ഇനി ഇത് കഴുകിയ കറക്റ്റായിട്ട് ആ ചകിരി അത് പിടിച്ചോളൂ. ഇനി നിങ്ങളുടെ ആ സൈഡ് കുറച്ച് തീരാനില്ലേ? അപ്പുറ സൈഡ് അന്ന് ആ സൈഡ് കുറച്ച് തീർക്കുക. അപ്പം
നമുക്ക് അടുത്ത കുറച്ച് ഇങ്ങനെ വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്നിപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ശരി. ബാക്കി പണികളും ഉണ്ട്. അത് കഴിഞ്ഞ് ചെത്തി കൂട്ടി വൃത്തിയാക്കി എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എല്ലാവരും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ശരി. കേട്ടത് തെറിയൊക്കെ പറയണം, തെറിയൊക്കെ പറയാ. ഇതിലല്ല വേറെ ഫേസ്ബുക്ക് വീഡിയോയില് ഒരു ചേച്ചി ഇവന്മാരൊക്കെ ഇതിനെ കൊല്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് കിട്ടും. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പണി നോക്കി പാൻ പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ പോടാ മയിന്ന്, പോടാ മയിന്ന് എന്നെ എന്താ വീണാന്നാ അങ്ങനെ ഏതാണ്ടാണ് ആ പെണ്ണുങ്ങളുടെ പേര്. ഈ അരിക്കൊമ്പവന്റെ അതിലുണ്ട് വീണ അങ്ങനെ ഏതാണ്ടാണ്. ഞാൻ പറഞ്ഞു അത് നിന്റെ അപ്പനാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അത് എന്നെക്കാളും ചേർന്നത് നിന്റെ അപ്പനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പേരിന് ചൂണ്ടി കാണിക്കാൻ ഒരു അപ്പനും ഉണ്ട്. അപ്പൻ ആരാണെന്നും എന്താണെന്നും അപ്പൻ എങ്ങനെയാണെന്നും എല്ലാ ആൾക്കാർക്കും അറിയാം. നിന്നെ ചിലപ്പോൾ കുറേ അപ്പന്മാർ കൂടി ഉണ്ടാക്കിയതായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നീ ഇങ്ങനെയൊക്കെ വന്ന് പറയണേ. നീ ഇങ്ങനെയും പറഞ്ഞു നീ എന്നോട് ഇത്ര ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും പറഞ്ഞെങ്കിൽ നിന്റെ കുടുംബത്തിൽ ജീവിക്കുന്ന നിന്റെ മക്കളുടെയും നിന്റെ ഭർത്താവിൻ്റെയും നിന്റെ അമ്മയുടെയും നിന്റെ ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഗബ്ബളുടെയൊക്കെ കൂടെ ജില്ലയിലുള്ള കുറേ പൂതനമാരുണ്ട്. ശരിയല്ലേ? നല്ല ചേച്ചിമാരും നല്ല അമ്മമാരും എന്തോരം ആൾക്കാരില്ലേ? അപ്പൊ ഇങ്ങനത്തെ കുറേ നെഗറ്റീവ് മാത്രം കൊണ്ട് ജീവിക്കുന്ന കുറേ ശവങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ശവങ്ങൾ ഇഷ്ടമേ അല്ല. എന്താണെന്നറിയില്ലേ? ആദ്യമൊക്കെ ഈ ബഹുമാനം നടന്നു. പിന്നെ എല്ലാ പെണ്ണുങ്ങളെ ഒരുപോലെ നമുക്ക് കാണാൻ പറ്റുമോ? ഇവിടുത്തെയൊക്കെ നല്ല പെണ്ണുങ്ങളുണ്ട്. പക്ഷെ ആ പേര് കൂടി പോകും. നല്ല എന്തോരം അമ്മമാരുണ്ടെന്നറിയാം. അവരുടെ പേര് കൂടി കളയാ കുറേ പിശാചുകളുണ്ട്. എന്തിനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിപാടി സ്ഥലത്ത് വന്നപ്പോൾ ആ ചേച്ചി വന്നാണ്ട വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ നോക്കുമ്പോ നമ്മ ആനയായിട്ടല്ലേ ഓടി വന്നിട്ട് എന്റെ വന്നിട്ട് ചോദിക്കണേ വിൻചേട്ടനല്ലേ? ആ വീഡിയോയിലുള്ള വിൻചേട്ടനല്ലേ? അതെ. ഒന്ന് പരിചയപ്പെടണം. ഒന്ന് ഞാൻ പറഞ്ഞു ചെല്ലി വിളിക്ക് പൊയ്ക്കോ. അല്ല നമ്മള് നല്ല ആൾക്കാരുണ്ട്. അല്ലടാ നമ്മള് പച്ചക്ക് പറയും, മനസ്സിലായോ?